2024 ഡിസംബർ 4-ന്, അതായത് കഴിഞ്ഞ വർഷം ഇതേ ദിവസമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തത്. കൃത്യം ഒരു വർഷത്തിനിപ്പുറം മറ്റൊരു ഡിസംബർ 4-ന് തന്നെ അയാൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. നിമിഷവേഗം കൊണ്ട് പാർട്ടിയിൽ വളർന്ന് പന്തലിച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോഴിതാ ഒരു എയ്ത്ത് നക്ഷത്രം പോലെ കത്തിത്തീർന്നിരിക്കുന്നു. വർഷങ്ങളുടെ അനുഭവ പാരമ്പര്യവും ജീവിത പരിചയവുമുള്ള കോൺഗ്രസിന്റെ ഉന്നത നേതൃത്വം ഇയാളെ മുമ്പേ തിരിച്ചറിഞ്ഞതാണ്. എന്നിട്ടും അവർക്ക് സൈബർ ഗുണ്ടാ ബ്രിഗേഡുകളുടെ ഭീഷണിക്ക് മുന്നിൽ ഒന്നും ചെയ്യാനായില്ല. മാങ്കൂട്ടത്തിനെതിരെ നിലപാടെടുത്ത പല നേതാക്കളെയും സൈബർ വെട്ടുകളിക്കൂട്ടം നികൃഷ്ടമായി ആക്രമിച്ചു. സോഷ്യൽ മീഡിയ ഗുണ്ടാ സംഘത്തിന്റെ ബലത്തിൽ മുതിർന്ന നേതാക്കൾക്ക് നേരെ പരമപുച്ഛവും ചില നേരം വ്യംഗ്യമായി ഭീഷണിയും വരെ ചൊരിഞ്ഞുകൊണ്ടാണ് മാങ്കൂട്ടത്തിൽ വീണ്ടും സജീവമാകാൻ ശ്രമിച്ചത്. ആരെല്ലാമായിരുന്നു മാങ്കൂട്ടത്തിനെ പൊതിഞ്ഞു പിടിച്ച ക്രിമിനൽ ബ്രിഗേഡിന്റെ അമരത്തും അണിയത്തുമെല്ലാം അതുതന്നെയാകും വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുക. ആദ്യം എക്സ്റാപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി ആൻ ജോർജ് ഉന്നയിച്ച ആരോപണം മുതൽ അയാളെ പിന്തുണയ്ക്കുന്നവരും എതിർക്കുന്നവരുമെന്ന നിലയിൽ കോൺഗ്രസ് രാഷ്ട്രീയം രണ്ട് ചേരിയായി. ആദ്യം മുതൽ രാഹുൽ വിരുദ്ധ പക്ഷത്തായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയുമടക്കം വിരലിലെണ്ണാവുന്ന മുതിർന്ന നേതാക്കൾ. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനവും പാർലമെന്ററി പാർട്ടി അംഗത്വവും പോയെങ്കിലും സൈബർ ഇടത്തിൽ രാഹുൽ അനുകൂലികളായ കോൺഗ്രസ് അണികൾ വെട്ടുകിളികളെപ്പോലെ എത്തി മുതിർന്ന നേതാക്കളെ ആക്രമിച്ചു. ഉമാ തോമസിനെയും ഷാനിമോൾ ഉസ്മാനെയും പോലുള്ള മുതിർന്ന വനിതാ നേതാക്കളെയും യൂത്ത് കോൺഗ്രസ് വനിതാ നേതാക്കളെയും വരെ പച്ചത്തെറികൊണ്ടാണ് രാഹുൽ ബ്രിഗേഡ് നേരിട്ടത്. ഷാഫി പറമ്പിലിന്റെയും അടൂർ പ്രകാശിന്റെയും ന്യായീകരണങ്ങൾ അവർക്ക് മൗനാനുവാദമായി മാറി. എന്തിനേറെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റേത് പോലും മൃദു നിലപാടുകളായിരുന്നു. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൽ ഈ കുറ്റവാളിയെ പിന്തുണച്ച നേതാക്കൾക്ക് കൂടി പങ്കുണ്ട്. ഒറ്റപ്പെടുമോ എന്നതടക്കം ഭയമേതുമില്ലാതെ അതിജീവിതയ്ക്കൊപ്പം നിലയുറപ്പിച്ച വിരലിലെണ്ണാവുന്ന നേതാക്കൾക്ക് ഇത് ചെറുതല്ലാത്ത അഭിമാനത്തിന്റെ നിമിഷം കൂടിയാണ്. എക്സ്റാപ്പ് ന്യൂസ് മലയാളം. ആരൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിന്നത്? ആരൊക്കെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കാൻ ശക്തി കാണിച്ചത്? നമുക്ക് നോക്കാം. തുടക്കം റിനിയിലൂടെയാണ്. ഓഗസ്റ്റിൽ നടി റിനി ആൻ ജോർജ് ഓൺലൈൻ അഭിമുഖത്തിൽ നടത്തിയ പരാമർശമാണ് തുടക്കം. രാഹുലിന്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഹൂ കെയേഴ്സ് പ്രയോഗത്തിലൂടെ സൂചനകൾ നൽകും വിധം വെളിപ്പെടുത്തൽ ഉണ്ടായി അവരുടെ ഭാഗത്ത് നിന്ന്. പിന്നീട് സജ്ജന ബി സാജൻ, ഉൾപാർട്ടി പോരാളി. ആദ്യം മുതൽ ശക്തമായ നിലപാടെടുത്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സജ്ജന ബി സാജനാണ്. ആദ്യ ആരോപണം ഉയർന്നപ്പോൾ നേതൃത്വത്തിന് പരാതി നൽകി. പുതിയ ശബ്ദരേഖ പുറത്തു വന്നതോടെ നിലപാട് പരസ്യമായി പറയുകയും ചെയ്തു. ആ പരസ്യ നിലപാടിൽ അതിശക്തമായിട്ട് ഉറച്ചുനിന്നു. വലിയ ആക്ഷേപങ്ങൾ വന്നപ്പോഴും വലിയ ആക്രമണം അവരുടെ പാർട്ടിക്കാരിൽ നിന്ന് തന്നെ ഉണ്ടായപ്പോഴും അവർ ഉറച്ചുനിന്നു. താര ടോജോ അലക്സ്, കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെൽ കോർഡിനേറ്റർ താര ടോജോ അലക്സ് രാഹുലിനെതിരെ അതിശക്തമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുലിനെ വിമർശിച്ചും ഇരകളെ പിന്തുണച്ചും പോസ്റ്റുകളിട്ടു താര ടോജോ അലക്സ്. അവരും ശക്തമായി തന്നെ ആ നിലപാടിനൊപ്പം നിന്നു. കോൺഗ്രസിലെ ഏറ്റവും മുതിർന്ന സംസ്ഥാന രാഷ്ട്രീയത്തിലെ നേതാക്കളുടെ ഒരാളായ ഷാനിമോൾ ഉസ്മാൻ ആദ്യം തന്നെ നേതൃത്വത്തിലെ പെൺകരുത്ത് തെളിയിച്ചു. രാഹുൽ പാർട്ടിയിൽ ഉണ്ടാകരുത് എന്ന ശക്തമായ നിലപാട് ആദ്യമായി എടുത്തത് ഷാനിമോൾ ഉസ്മാനാണ്. ആ തലത്തിൽ നിന്ന് അതിജീവിതയ്ക്ക് നേരെ ആക്രമണം നടന്നവർക്കെതിരെ നടപടിയും അവർ ആവശ്യപ്പെട്ടു എന്നത് രാഷ്ട്രീയ കേരളം ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ്, മുതിർന്ന നേതാവ് ഉമാ തോമസ് MLA, ഒഴുക്കിനെതിരെ വന്ന ആദ്യ ശബ്ദം അവരുടേതായിരുന്നു എന്ന് ഓർക്കുന്നു. ധാർമ്മിക ഉത്തരവാദിത്തോടെ രാഹുൽ മാറി നിൽക്കണം എന്ന ആദ്യം തന്നെ നിലപാടെടുത്തു. ഇതിൻ്റെ പേരിൽ പാർട്ടിയിലെ രാഹുൽ അനുകൂലികളിൽ നിന്ന് നേരിടേണ്ടി വന്ന ആക്രമണം കൂടെ അവർ നേരിട്ടു. പിന്നീട് നിശബ്ദയായെങ്കിലും അവരുടെ ആദ്യ ശബ്ദം പ്രത്യേകമായി വേറിട്ട് കേട്ടു. ഒടുവിൽ വന്നയാളാണ് എങ്കിലും അതിശക്തമായിട്ട് ഉറച്ചു നിന്നയാളാണ് MA ഷഹനാസ്. ഉന്നതരിലേക്ക് ചൂണ്ടുവിരൽ ഉയർത്തിയത് അവരാണ്. രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചു. കാര്യങ്ങൾ ഷാഫിയെ അറിയിച്ചിരുന്നുവെന്നും തുറന്നു പറഞ്ഞു. തന്നെ ഉപദ്രവിച്ച ചിലരെ പാർട്ടി സംരക്ഷിച്ചു എന്ന ആരോപണവും MA ഷഹനാസ് ശക്തമായി തന്നെ ഉന്നയിച്ചു. ഒടുവിലാണ് വന്നതെങ്കിലും അവരുടെ ശബ്ദം വേറിട്ട് തന്നെ കേട്ടു. കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചത് നമുക്ക് നിശ്ചയമായിട്ടും പറയാം VD സതീശനാണ്. നിലപാടുറപ്പിൻ്റെ സ്ഥൈര്യം അദ്ദേഹം രാഷ്ട്രീയ കേരളത്തിന് ഈ വിഷയത്തിൽ കാണിച്ചു കൊടുത്തു. രാഹുലിനെതിരായി ശക്തമായി തന്നെ നിലപാടെടുത്തു. നേരിടേണ്ടി വന്നത് വലിയ സൈബർ ആക്രമണമായിരുന്നു. അതും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരിൽ നിന്ന് തന്നെ വലിയ തോതിൽ അദ്ദേഹത്തെ ഇരട്ടപ്പേര് പലതരത്തിലുള്ള ആക്ഷേപങ്ങളിലൂടെ അദ്ദേഹത്തെ ആക്രമിച്ചു. അറബിക്കടൽ ഇളകി വന്നാലും തൻ്റെ നിലപാട് മാറ്റില്ല എന്ന് സതീശൻ അതിശക്തമായി തന്നെ അവസാനം വരെയും നിലപാടെടുത്തു. അതിനുള്ള പരിസമാപ്തിയാണ് ഇന്നിപ്പോൾ ഉണ്ടായത്. മറ്റൊരു മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല ഒരല്പം വൈകിയാണ് എതിർപ്പ് പരസ്യമാക്കി രംഗത്ത് വന്നത്. പക്ഷേ അതിനുശേഷം നേരിനൊപ്പം നിതാന്തം തന്നെ അദ്ദേഹം നിന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന നിലപാട് ആദ്യം തന്നെ സ്വീകരിച്ചു. രമേശ് ചെന്നിത്തലയ്ക്കും രാഹുൽ അനുകൂലികളിൽ നിന്ന് നേരിടേണ്ടി വന്നത് കടുത്ത സൈബർ ആക്രമണമായിരുന്നു.
പിന്നീട് കെ മുരളീധരൻ്റെ ശബ്ദം വളരെ ഉറക്കെ കേട്ടു. ഉറച്ച ശബ്ദമാണ്. നിരന്തരം അദ്ദേഹവും നിലപാട് ഉറപ്പിച്ച് ആവർത്തിച്ച് പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്ന് പരസ്യമായി പറഞ്ഞ നേതാവാണ് കെ മുരളീധരൻ. രാഹുലിനെതിരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുമെന്നും കെ മുരളീധരൻ പ്രഖ്യാപിച്ചു. മറ്റൊരാൾ രാജ്മോഹൻ ഉണ്ണിത്താൻ. പതറാതെ ഭയക്കാതെ അദ്ദേഹത്തിനോട് അഭിപ്രായം പറഞ്ഞു. രാഹുലിന് വേണ്ടി പ്രസ്ഥാനത്തെ ബലികഴിക്കരുത് എന്ന നിലപാട് അദ്ദേഹം എടുത്തു. സൈബർ ആക്രമണം നേരിട്ടിട്ടും പിന്നീട് ഒന്നുകൂടെ ശബ്ദം കടുപ്പിക്കുകയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ചെയ്തത്. അറിയുന്നതെല്ലാം, രാഹുലിനെ കുറിച്ച് അറിയുന്നതെല്ലാം പരസ്യമാക്കുമെന്ന് ഉണ്ണിത്താൻ പറഞ്ഞു. എന്നാൽ എതിർത്ത ആളുകൾ, രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത വലിയ കുഴപ്പങ്ങൾ തിരിച്ചറിഞ്ഞ് എതിർത്ത ആളുകൾ മാത്രമല്ല, പിന്തുണച്ചവരും ഒളിവിലും തെളിവിലും പിന്തുണച്ചവരുമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടയാൾ ഷാഫി പറമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാവൽ മാലാഖ എന്ന സ്ഥാനം ഇപ്പോഴും കൈയൊഴിഞ്ഞിട്ടില്ല എന്ന് ചിലരെങ്കിലും വിചാരിക്കുന്ന ഷാഫി പറമ്പിൽ രാഹുലിന് പാർട്ടിക്കകത്തും പുറത്തും സംരക്ഷണ കവചമൊരുക്കി ഷാഫി പറമ്പിൽ. നടപടി വൈകിപ്പിച്ചു എന്ന് ആക്ഷേപമുണ്ട്. പൊളിറ്റിക്കൽ ഗോഡ്ഫാദർ എന്ന നിലയിൽ ചേർത്ത് നിർത്തി ഷാഫി പറമ്പിൽ എന്നതാണ് കാണുന്നത്. മറ്റൊരാൾ ഷാഫി പറമ്പിലിനോളം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനോട് സ്നേഹം ഒടുവിൽ വരെ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന അടൂർ പ്രകാശ് നഗ്നമായ വെളുപ്പിക്കലാണ് അദ്ദേഹം നടത്തിയത് എന്ന ആക്ഷേപമാണുള്ളത്. രാഹുലിനെതിരായ ശബ്ദരേഖ AI നിർമ്മിതമാണ് എന്ന് വരെ ന്യായീകരിക്കാൻ, ആ ന്യായീകരണത്തിന് ഏറ്റവും അങ്ങേയറ്റം വരെ പോകാൻ അദ്ദേഹം തയ്യാറായി. നടപടിയെടുക്കുന്നതിന് മുമ്പ് വരെ അതിശക്തമായി രാഹുലിനെ പ്രതിരോധിച്ചു. നടപടിയെടുത്തതിന് ശേഷം മുന്നേ വന്ന് സംസാരിക്കുമ്പോഴും ആ ശബ്ദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തോടുള്ള ഒരു ചായ്വ് പ്രകടമായിരുന്നു എന്ന് ചിലരെങ്കിലും പറയുന്നു. സണ്ണി ജോസഫാണ് KPCC അധ്യക്ഷൻ എന്ന സ്ഥാനത്തിരുന്നിട്ട് നിലപാടില്ലാത്ത നേതൃത്വമാണ് തൻ്റേത് എന്ന് നഗ്നമായി തന്നെയും രാഷ്ട്രീയ കേരളത്തിന് കാണിച്ചു കൊടുത്തത്. രാഹുൽ വിഷയത്തിൽ നിലപാടില്ലായ്മ പലവട്ടം പ്രകടമാക്കിയ അദ്ദേഹം രാഹുലിന് അനുകൂലമായി നിലപാടെടുക്കുന്നു എന്ന പ്രതീതി രൂപപ്പെട്ടപ്പോൾ മാത്രം ഒരൽപ്പം മാറി. എങ്കിലും ഏറ്റവും ഒടുവിൽ പോലും പരാതിക്കാരികൾക്കെതിരെ എന്ന് വ്യാഖ്യാനിക്കാവുന്ന സംസാരം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. കെ സുധാകരൻ്റേതാണ് ഏറ്റവും അന്തം വിട്ട പിന്തുണ എന്ന് കാണാവുന്നൊരു കാര്യമുണ്ടായത്. കെ സുധാകരൻ്റേത് അത്ഭുതപ്പെടുന്ന വിധത്തിലുള്ള അന്തം വിട്ട പിന്തുണയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ നിരപരാധി എന്ന വിധത്തിൽ തന്നെ ന്യായീകരിച്ചു. ഈ കാര്യങ്ങളെല്ലാം ആളുകൾക്ക് മുന്നിലേക്ക് വന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സൈബർ അണികൾ ന്യായീകരിക്കുന്നത് നിർത്തിവെച്ചപ്പോൾ പോലും സുധാകരൻ ന്യായീകരിക്കുന്ന ശബ്ദം ഉയർന്നു കേട്ടു. രാഹുലിനെ പ്രതിരോധിച്ച് പരസ്യ പ്രതികരണങ്ങളും പിന്തുണയും പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം കെ സുധാകരൻ ചെയ്തത്. VK ശ്രീകണ്ഠൻ മറ്റൊരു പ്രധാനിയാണ് ഇക്കാര്യത്തിൽ. VK ശ്രീകണ്ഠൻ അദ്ദേഹത്തിൻ്റെ വ്യതിരിക്തത വളരെ വ്യക്തമായിട്ട് നാട്ടുകാർക്ക് കാണിച്ചു കൊടുത്തു. അനുകൂലിക്കുന്ന ആളുകളിൽ തന്നെയും തൻ്റെ ശബ്ദം വേറിട്ട് കേൾക്കട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പരാതിക്കാരെ അപമാനിക്കുന്ന വിധമുള്ള പ്രസ്താവനകൾ ആവർത്തിച്ച് നടത്തി. രാഹുലിനെ നഗ്നമായി ന്യായീകരിച്ചു. യുവനടിക്കെതിരായ അല്പവസ്ത്ര പരാമർശം വിവാദമായി. പിന്നീട് തിരുത്തിയെങ്കിലും ആ നിലപാടിൽ നിന്നൊട്ടും പിന്നോട്ട് പോകാതെ അദ്ദേഹത്തിൻ്റെ നിലവാരം കാത്തുവെന്ന് അദ്ദേഹത്തെ എതിർക്കുന്നവർ പറയുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ആൾ KC വേണുഗോപാലാണ്. പിന്നണിയിലെ പിന്തുണ KC വേണുഗോപാലിൻ്റെതായിരുന്നു എന്നാണ് വിമർശിക്കുന്നവർ പറയുന്നത്. രാഹുലിനെതിരായ നടപടിക്ക് മുതിർന്ന നേതാക്കൾ മുറവിളി ഉയർത്തിയപ്പോഴും നടപടിക്ക് പച്ചക്കൊടി വീശിയില്ല KC വേണുഗോപാൽ എന്ന് പറയുന്നു. ഷാഫിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് രാഹുലിനായി കണ്ണടച്ചത് എന്നും പാർട്ടിക്കുള്ളിൽ ചിലരുടെ മുറുമുറുപ്പുണ്ട്. ഈ ആളുകളെ ഈ ഘട്ടത്തിൽ അങ്ങനെ തന്നെ ചിത്രീകരിക്കുക, അങ്ങനെ തന്നെ ആളുകൾക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കുക എന്നതാണ് വിമർശിക്കുന്ന ആളുകൾ ചെയ്യുന്നത്. പക്ഷേ കുറേയേറെ ആളുകൾ, ഈ പറയുന്ന കാണിച്ച ആളുകൾ മാത്രമല്ല, നമ്മൾ കണ്ട ആളുകൾ മാത്രമല്ല, കുറേയേറെ ആളുകൾ രണ്ട് ഭാഗത്തുമായിട്ടുണ്ട്. അനുകൂലിച്ച ആളുകളുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ. ഇപ്പോൾ പോലും ചില ആളുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മുഖമറിയില്ലാത്ത ഒരുപാട് സൈബർ കോൺഗ്രസ് അണികൾ ഈ പെൺകുട്ടികളെ ചീത്ത വിളിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ മഹാനാണെന്ന പ്രസ്താവന നടത്തുകയും ചെയ്തു. അത് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ആളുകളല്ല. തിരിച്ചപ്പുറത്താണെങ്കിലും എതിർക്കുന്ന ആളുകളിലും നല്ല കൊള്ളാവുന്ന ഗംഭീരരായിട്ടുള്ള കോൺഗ്രസ്സുകാർ സോഷ്യൽ മീഡിയയിൽ തന്നെയുള്ള ആളുകളുണ്ട്. എന്താണ്, ഏത് തരത്തിലാണ് ഈ കാര്യങ്ങളെ കാണേണ്ടത്? ഇതിപ്പോൾ നമ്മൾ കോൺഗ്രസ് എന്ന പാർട്ടിക്കുള്ളിൽ നിന്ന് എങ്ങനെയാണ് ഈ വിഷയത്തെ കണ്ടത്, നേതാക്കൾ എങ്ങനെയാണ് കണ്ടത്, നേതാക്കൾ എന്ത് സമീപനമാണ് സ്വീകരിച്ചത് എന്നത് സംബന്ധിച്ചാണ്. എനിക്കൊന്നും ചില പേരുകൾ കൂടിയുണ്ട് നമ്മളതിനകത്ത് വിട്ടുപോയപ്പോൾ. ബിന്ദുകൃഷ്ണയെ പോലുള്ള നേതാക്കൾ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരുണ്ട്. KK രമ കോൺഗ്രസിന് പുറത്താണ്, എങ്കിൽ കൂടി KK രമ ഈ നടപടി വേണമെന്നുള്ള ആവശ്യപ്പെട്ട നേതാക്കളിൽ ആദ്യം വേണ്ടിയിട്ടില്ല. അതൊക്കെ അവസാനമാണ്. എവിടെയാണ് എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അവസാന നിമിഷം വരെ കാത്തിരുന്നു KK രമ. പക്ഷേ അത് മാത്രമല്ല, നമ്മൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുത്തത് ഈ കോൺഗ്രസ്സുകാരുമല്ല, അത് മുസ്ലിം ലീഗാണ്.
ആ മുസ്ലിം ലീഗ് കൂടി ഇവിടെ പരാമർശ വിധേയമാകേണ്ട ഒരു പ്രത്യേക ഒരു ഫോട്ടോ സംവിധാനമാണ്. ഒരു പ്രത്യേക ഫോട്ടോ കൊടുക്കേണ്ടതായിരുന്നു. കാരണം മുസ്ലിം ലീഗ്, അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പ്രശ്നങ്ങളിൽ തന്ത്രപരമായ സമീപനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യഘട്ടത്തിൽ സ്വീകരിച്ചത്. കാരണം ഈ പുറത്തു വന്ന ശബ്ദരേഖയൊന്നും തൻ്റേതല്ല എന്ന് പറയാൻ ഒരു ഘട്ടത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടാക്കിയിട്ടില്ല. അതിനൊപ്പിച്ച് തന്നെയാണ് ഷാഫി പറമ്പിലിനോടും തുടർച്ചയായ പ്രതികരണങ്ങൾ ചോദിക്കുമ്പോൾ പിന്തുണ നൽകുകയോ അല്ലെങ്കിൽ തള്ളിപ്പറയുകയോ ചെയ്യാത്ത തന്ത്രപരമായ സമീപനം ഷാഫി പറമ്പിൽ ആ ഘട്ടത്തിൽ കാണിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും വളരെ കൃത്യമായി തന്ത്രപരമായ ഈ നിലപാടൊക്കെ സ്വീകരിച്ചെങ്കിലും ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ആ PR വർക്കിൻ്റെ എല്ലാം കുഴപ്പങ്ങൾ അവസാനം ഒരു കൂട്ടപ്പൊരിച്ചിലേക്ക് എത്തുകയും അതിജീവിതയുടെ പരാതിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അവിടെ ശക്തമായ പിന്തുണ കൊടുത്ത ഒരു സംവിധാനം ഇവിടുത്തെ സർക്കാരും മുഖ്യമന്ത്രിയും തന്നെയാണ്. ആ കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം മുഖ്യമന്ത്രി നേരിട്ടാണ് ഈ അതിജീവിതയെ കേട്ടത്. ആ അതിജീവിതയെ കേട്ടതിന് ശേഷം തൊട്ടു പിന്നാലെ പരാതി DGPക്ക് കൈമാറി നടപടിയിലേക്ക് വളരെ വേഗത്തിൽ കടന്നു എന്നുള്ളത് ഈ ഘട്ടത്തിൽ നമ്മൾ പറയണം. പക്ഷേ ഞാൻ കാണാതെ പോയ ചിലരുണ്ട്. അതായത് ഈ ജോയി മാത്യുവിൻ്റെ ഹീറോ ഇപ്പോൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ജോയി മാത്യുവിൻ്റെ ഹീറോ ഇപ്പോൾ ഈ ബംഗളൂരുവിലെ ഏതോ ഉൾപ്രദേശങ്ങളിലൂടെ മാളങ്ങളിലൂടെ പെരിച്ചാഴിയെ പോലെ പരക്കം പായുകയാണ് എന്നുള്ളത് കൂടിയുണ്ട്. അതുപോലെ ചില കക്ഷികളുണ്ട്, ഈ അന്തം പിന്തുണ കൊടുത്ത ചില ആളുകൾ. ഈ ഘട്ടത്തിലല്ല, ഇയാൾ ഈ സകല ഭക്ഷണത്തരവും പറയുമ്പോൾ അതിനെയൊക്കെ ഗംഭീരമായ, അതായത് ഈ എല്ലാ ആളുകളെയും ചവിട്ടി മെതിച്ചുകൊണ്ട് എല്ലാവരോടും പരമപുച്ഛത്തോടെ ഇയാൾ മുന്നോട്ട് നീങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾക്കെതിരെയുള്ള ഈ ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ സനീഷ്, എനിക്ക് ആത്മാർത്ഥമായി തോന്നുന്ന ഒരു കാര്യം, ഇയാൾക്ക് മനുഷ്യനോട് ബഹുമാനമില്ല. അതാണ് അടിസ്ഥാന പ്രശ്നം. മനുഷ്യനോട് ബഹുമാനമില്ലാത്തത് കൊണ്ടാണ് ഈ സ്ത്രീകളോട് ഈ മട്ടിൽ പെരുമാറുന്നത്. അതായത് പരസ്പര സമ്മതത്തോടെ നീങ്ങുന്ന ഒരു ബന്ധത്തിൽ അവർക്കിടയിൽ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പോലും ഈ ക്രൂരമായി വേട്ടപ്പട്ടിയെ പോലെ ആക്രമിക്കുന്നത് എന്ത് വിചിത്രമായ മനോനിലയുള്ളത് കൊണ്ടായിരിക്കും. അത് ബഹുമാനമില്ലായ്മ തന്നെയാണ്. ആ ബഹുമാനമില്ലായ്മ ഇയാൾ നിരന്തരം ഇയാളുടെ വാക്കുകളിലൂടെ പ്രവൃത്തിയിലൂടെ ഈ ധീരജ് രാജേന്ദ്രനോടടക്കം കാണിച്ചപ്പോഴും ഈ ജോയി മാത്യുവിനെ പോലെയുള്ള കക്ഷികൾക്ക് ഇയാൾ മഹാനായിരുന്നു. അതാണ് നമ്മൾ ഇപ്പോൾ ഓർക്കേണ്ടത്. കാരണം ഏതായാലും എനിക്കിപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഇയാളെക്കാളൊക്കെ ഇതുപോലെ ഇവരെക്കാളൊക്കെ കുറച്ചുകൂടി ശേഷി നമുക്കുണ്ട് എന്നുള്ള തോന്നലാണ് എനിക്കുള്ളത്. അതില് ജോയിയേട്ടൻ പിന്തുണച്ചാൽ ഇതാണ് അവസ്ഥ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് മറ്റ് രാഷ്ട്രീയ നേതാക്കൾ എത്തും. ഇപ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ ജോയി മാത്യു നാളെ ഇയാൾ നല്ല ആളാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ അയ്യോ ദയവേത് എന്നെ പറ്റിയൊന്നും പറയല്ലേ, ഞാൻ വല്ല കുഴപ്പത്തിനും ചാടും എന്ന് വിചാരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തും. ജോയി മാത്യു മാത്രമാണ് ചർച്ച ചെയ്യപ്പെട്ട, ഈ കേസുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സാംസ്കാരിക നായകൻ എന്ന് നമ്മൾ ഓർക്കുന്നില്ലേ. കാരശ്ശേരി മാഷ് ആണ് ടെലിവിഷൻ ചർച്ചകൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരാൾ. കാരശ്ശേരി മാഷ് മിണ്ടിയേയില്ല കുറേ നേരത്തേക്ക് ഈ പ്രശ്നം വന്നപ്പോൾ. അപ്പോൾ നമ്മൾ RDXൽ ഞാൻ കാരശ്ശേരി മാഷെ പോലുള്ള ആൾ, ഞാനൊക്കെ ബഹുമാനിക്കുന്ന ആൾ പോലും സംസാരിക്കുന്നില്ലോ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ടായിരിക്കില്ല. പക്ഷേ കാരശ്ശേരി മാഷ് പിന്നീട് ഒരു ചർച്ചയിൽ വന്ന് ഇയാളെ തള്ളി പറഞ്ഞു. അതായത് ഇങ്ങനെ വിചാരിച്ചേയില്ല എന്ന് പറഞ്ഞ് മൈൽഡായിട്ട് തള്ളി പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കാണ്ഡമായിട്ട് ഒപ്പിടുന്ന ഒരു സാംസ്കാരിക നായകരുടെ കൂട്ടമുണ്ട്. അതായത് ഇപ്പോൾ ആശാസമരം എടുക്കുക. ആശാസമരത്തിൽ കുറേയേറെ കാര്യങ്ങൾ ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന സംഗതി അല്ല എന്ന് കുറേയേറെ കഴിഞ്ഞപ്പോൾ മനസ്സിലായതിനു ശേഷം പോലും ഇവർ കാണ്ഡമായിട്ട് പേപ്പറിലാണ് ഒപ്പിടുന്നതെങ്കിൽ രാഹുൽ ഗാന്ധി വോട്ട് ചോദിക്ക് വേണ്ടി കൊണ്ടുവന്ന അത്രക്ക് വലിയ പേപ്പറുകൾ വേണ്ടി വരുന്ന അത്രക്ക് ആദ്യം മുതൽ അവസാനം വരെ ഞാൻ കാണാതെ പറയാം. അല്ല, പക്ഷെ അത് പറഞ്ഞാൽ എത്തില്ല. കാരണം ഒരുപാടുണ്ടത്, ഇത്ര ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ അനങ്ങിയില്ല. ഒരു സാംസ്കാരിക നായകനും അനങ്ങിയില്ല. ഒരു വാക്ക് ഈ സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് പറഞ്ഞില്ല. ഇച്ചിച്ചി വാർത്തയാണ് എന്ന മട്ടിൽ ഒരു മാറി നിർത്തിയായിരുന്നു. എന്താണ് സംഭവിച്ചത്? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞല്ലോ, എന്താണ് രാഷ്ട്രീയ കേരളം കാണാത്തത്രക്ക് വലിയ ഹിംസയാണ് ഈ നടന്നത്. അതിനോട് രാഷ്ട്രീയ പാർട്ടികൾ എടുത്ത നിലപാടുകൾ ശരിയായിരുന്നോ എന്ന് കാലങ്ങളോളം ഇനി ചർച്ച ചെയ്യപ്പെടും. ഇതിൻ്റെ തുടർചലനങ്ങൾ ഇതിനേക്കാൾ വലിയ ചർച്ചകളായിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അതും 21, 22, 23 വയസ്സുള്ള പെൺകുട്ടികളാണ് ഇങ്ങനൊരു കുറ്റവാളിയുടെ പിടിയിലകപ്പെട്ട് ബുദ്ധിമുട്ടിലായത്. അയാൾ MLA ആയിട്ടിരിക്കുകയാണ്. ഒരു MLA ഒളിവിലാണ് എന്ന കാലം, ഇത്രയും കാലം ഇങ്ങനെ കുറ്റം ചെയ്തിട്ട് ഒളിവിലാണ്. ഈ കാലത്തൊന്നും ഇവർ അടങ്ങിയിരിക്കുകയാണ്. ഇവർ മറ്റ് ചർച്ചകളിലാണ്. ഇവരുടേതായുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സിനിമാ ചർച്ചയും സാഹിത്യ ചർച്ചയും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് സംഗതികളായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ആളായിരുന്നു ഇതെങ്കിൽ എന്താണ് ഹർഷ ഉണ്ടാകുമായിരുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. പിന്നെ രണ്ടാമത്തൊരു കാര്യം, നമുക്കിത് അവസാനിപ്പിക്കാനുള്ള സമയമുണ്ട്. രണ്ടാമത്തൊരു കാര്യം, ഇന്നിപ്പോൾ ഹൈബി ഈഡൻ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞ ദിവസം ഹൈബി ഈഡൻ ഇന്നിപ്പം കോൺഗ്രസിനെ ഞാൻ അനുമോദിച്ചതാണ്. കോൺഗ്രസ് ഈ വളരെ കഷ്ടപ്പാട് കടഞ്ഞൊരു ദിവസങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ നാളെ രാഷ്ട്രീയം പൂട്ടിയിട്ട് എല്ലാവരും വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. നാളെ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി പോകണം. അതുകൊണ്ട് അവർ പ്രതിരോധിക്കാൻ വേണ്ടി വന്നു. ഞങ്ങളിതാ ഇങ്ങനെ നിലപാടെടുത്തിരിക്കും, നിങ്ങൾ ആരെങ്കിലും നിലപാടെടുത്തോ എന്നൊരു പോയിൻ്റ് അവർ മുന്നോട്ട് വെക്കുകയാണ്. ശരി, ചെയ്തു കൊള്ളട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇന്നിപ്പോൾ ഹൈബി ഈഡൻ അടക്കമുള്ള ആളുകൾ ഈ പറയുന്ന ഹൈബി ഈഡൻ്റെ വാളിലാണ് ഞാൻ കണ്ടത്, മുകേഷിനെ നിർത്തിക്കൊണ്ട് ഒരു
വീഡിയോ പുറത്തിറക്കിയിരിക്കുകയാണ്. ഞാൻ CPM-നകത്തായതുകൊണ്ട് എന്നെ പുറത്താക്കില്ല, കോൺഗ്രസിലോ മറ്റാണെങ്കിൽ എന്നെ പുറത്താക്കിയേനെ എന്ന് വെച്ചാൽ കോൺഗ്രസ് ഭയങ്കര ഗംഭീരമായിട്ടുള്ള നിലപാട് ഈ ഘട്ടത്തിലങ്ങ് എടുത്തിരിക്കുകയാണ്. നമുക്കറിയാം അഭിനന്ദിക്കാവുന്നൊരു സമയം നമ്മൾ അഭിനന്ദിച്ചാൽ അവരുടെ മേലെ ഉത്തരവാദിത്തമാണല്ലോ എന്ന് കരുതിയിട്ടാണ് അഭിനന്ദിക്കുന്നത്. അല്ലാതെ ഇവരെവിടം വരെ എത്തിയപ്പോഴാണ് ഈ കാര്യം ചെയ്തതെന്ന് ആലോചിക്കണം. എവിടം വരെ എത്തിയപ്പോഴാണ് കോടതി ജാമ്യം നിഷേധിച്ചിരുന്നു, കോടതിന് ടെക്നിക്കലി കണ്ടിട്ട് ഇന്ന് ജാമ്യമില്ല, അല്ല ജാമ്യം കൊടുത്തിരിക്കുന്നു എന്ന് കരുതുക. അപ്പോൾ ഇവർ ഇതായിരുന്നോ ചെയ്യുമായിരുന്നത്? അപ്പോൾ അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ശരി, നിങ്ങൾ ഈ രാജ്യത്തിന് ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങളുടെ സേവനം ഈ നാടിന് ആവശ്യമുണ്ട്, നിങ്ങൾ മഹത്തായ രാഷ്ട്രീയ പാർട്ടിയുടെ മഹത്തായ നേതാക്കളാണ്, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അഭിനന്ദിക്കുന്നു എന്ന് പറയുന്നതല്ലാതെ ഇവർ ഇതിനോട് കാണിച്ച കുഴപ്പങ്ങളെപ്പറ്റി പറയാനാണെങ്കിൽ വേറൊരു RDX വേറെ നമ്മൾ നടത്തേണ്ടതായിട്ട് വരും. പക്ഷേ അപ്പോഴെൻ്റെ അവസാനം ഈ കാര്യമാണ് പറയുന്നത്. നോക്കൂ, ഇവിടെ നമ്മുടെ മുന്നിലേക്കുള്ളത് മുകേഷ്, വിൻസെൻ്റ്, വിൻസെൻ്റ്, എൽദോസ് കുന്നപ്പള്ളി. ഇതിൽ എൽദോസ് കുന്നപ്പള്ളിയും വിൻസെന്റും കോൺഗ്രസിന്റെ നേതാക്കളാണ്. അവർ രണ്ടുപേരും MLA-മാരായിട്ട് തുടരുകയാണ് ചെയ്യുന്നത്, അല്ലേ? അവർ രണ്ടുപേരും MLA ആയിട്ട് തുടരുകയാണ് ചെയ്യുന്നത്. മുകേഷ് MLA ആയിട്ട് തുടരുകയാണ്. ശരി, ഈ മുകേഷ് രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ല, എവിടുന്ന് അയാളെ പുറത്താക്കുക? ഇയാളുടെ സ്ഥിതി അങ്ങനെയാണോ? പിന്നെ ഇവർ സമീകരിക്കാൻ പാടില്ലാത്തതാണ് കോൺഗ്രസ് ചെയ്യുന്ന തെറ്റ്. ഈ എൽദോസ് കുന്നപ്പള്ളി എന്ന അവരുടെ നേതാവിൻ്റെയും വിൻസെൻ്റ് എന്ന അവരുടെ നേതാവിൻ്റെയും അവരുടെ എതിർ പാർട്ടിയിലെ നേതാവായുള്ള മുകുന്ദിൻ്റെയും കേസുകളോട് ഈ കേസുകളെ സമീകരിക്കരുത്. ഈ കേസ് ഭയങ്കരമായിട്ട് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, ഇത്തരം കേസുകളോട് സമീകരിക്കേണ്ടുന്നൊരു കാര്യമല്ല. അത്തരം കേസുകളെടുത്ത നിലപാടല്ല വിൻസെൻറ്റിനെ പുറത്താക്കാത്ത പോലെയല്ല ഇയാളെ പുറത്താക്കേണ്ടത് എന്നുള്ളതാണ് അതിൻ്റെ കാര്യം. അതുകൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാനായതുകൊണ്ട് ബാക്കി എന്തായാലും അടുത്ത ദിവസം നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ബാക്കി കാര്യം അപ്പോൾ പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ലൈംഗിക ഇരപിടിയനാണെന്ന കാര്യം കോൺഗ്രസ് നേതൃത്വമുള്ളവർക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു. ആരെല്ലാം അത് നിഷേധിച്ചാലും ഷാഫി പറമ്പിലിന് അത് നിഷേധിക്കാനാകില്ല. കാരണം രാഹുൽ ഒരു അപകടകാരിയാണ് എന്ന് ഷാഫി പറമ്പിലിനോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ്. മാങ്കൂട്ടത്തിൽ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീകളും കുട്ടികളും സുരക്ഷിതരായിരിക്കില്ല എന്ന് ഷാഫിക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്ന് പറഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകയും എഴുത്തുകാരിയുമായ MA ഷഹനാസാണ്. ഇക്കാര്യം വളരെ പണ്ടേ ഷാഫിയോട് പറഞ്ഞതിന് തെളിവുണ്ടെന്നും ഷഹനാസ് പറയുന്നു. KSUവിലെയും യൂത്ത് കോൺഗ്രസിലെയും പെൺകുട്ടികളെ മുതൽ കോൺഗ്രസിലെ തന്നേക്കാളേറെ മുതിർന്ന വനിതകളെ വരെ ഇയാൾ ലൈംഗികോദ്ദേശത്തോടെ സമീപിച്ചിരുന്നു എന്ന് പറയുന്നതും കോൺഗ്രസ് പ്രവർത്തകരായ സ്ത്രീകൾ തന്നെയാണ്. രാഷ്ട്രീയമായി എതിർപക്ഷത്ത് നിൽക്കുന്ന സ്ത്രീകൾ, മാധ്യമപ്രവർത്തകർ എന്ന് വേണ്ട കണ്ണിൽ കണ്ട സകല വനിതകളോടും അശ്ലീലം പറഞ്ഞ, എന്നിട്ടും പാർട്ടിയുടെ ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വാഴ്ത്തിക്കൊണ്ട് ഈ ഇരപിടിയനെ ഗോഡ്ഫാദർമാർ മല പോലെ വളർത്തി. പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് കൊണ്ടുപോയി സീറ്റ് നൽകി. അടിമുടി രാഷ്ട്രീയ പോരാട്ടം നടന്ന മണ്ഡലത്തിൽ പാർട്ടിയുടെ മുഖമായി ഈ മോശക്കാരിൽ മോശക്കാരനെ അവതരിപ്പിച്ചു. ഒറ്റ കാര്യമേ RDX പറയാനുള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലിച്ചവരെയും എതിർത്തവരെയും രാഷ്ട്രീയ കേരളം തിരിച്ചറിയുന്നുണ്ട്. സകലതും കേരളം ഓർത്തുവെക്കും, ഒന്നും മറക്കില്ല.